ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്നൊരു സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ തിയററ്റിക്കൽ പോസിബിലിറ്റിയെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻസ് ആദ്യമായി നടത്തിയത്. അദ്ദേഹത്തിന് മുമ്പ് ക്രിസ്റ്റ്യൻ ഹൈജീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ അതിൽ EMFും കറണ്ടും ഇൻഡ്യൂസ് ചെയ്യുമെന്ന് മൈക്കൽ ഫാരഡേയും മനസ്സിലാക്കിയിരുന്നു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും പരസ്പരം ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുകയും രണ്ടും രണ്ടായിട്ടല്ല, രണ്ടും ഒന്നിച്ച് കണക്കാക്കണം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള ബ്രാഞ്ചിന്റെ നാന്ദി കുറിക്കപ്പെടുകയും ചെയ്തു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് ഇലക്ട്രിസിറ്റിക്കകത്തെയും മാഗ്നറ്റിസത്തിനകത്തെയും ലോസ് ഉപയോഗിച്ച് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഉണ്ടാക്കുകയും ആ മാക്സ്വെൽസ് ഇക്വേഷൻസ് സോൾവ് ചെയ്തപ്പോൾ പുതിയൊരു വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഒരു ട്രാവലിംഗ് വേവ് ഉണ്ടാകാനുള്ള സാധ്യത തിയറിറ്റിക്കലായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. With the publication of a dynamical theory of electromagnetic field in 1865, Maxwell demonstrated that electric and magnetic fields travel through space as waves moving at the speed of light. The unification of light and electrical phenomena led his prediction of the existence of radio waves or electromagnetic waves. Radio waves or electromagnetic wave ആണ്. അപ്പോൾ അങ്ങനെ റേഡിയോ വേവ്സ് പോലെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ തിയററ്റിക്കൽ പ്രഡിക്ഷൻസ് അദ്ദേഹം നടത്തിയുണ്ടായി. അപ്പോൾ സ്പേസിലെ ഏതെങ്കിലും ഒരു റീജിയനിൽ ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ അതിന്റെ സറൗണ്ടിങ്സിൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തിരിച്ചും ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നതെങ്കിൽ അതിന് സറൗണ്ടിങ്ങിൽ അത് ടൈം വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സ്പേസിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയുണ്ടായി. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന വേവിനെയാണ് അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിച്ചത്. ഇപ്പൊ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് EM വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രാക്ടിക്കലായി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഡിറ്റക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ തിയററ്റിക്കൽ പോസിബിലിറ്റിയെ കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇക്വേഷൻസ്, മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻസ്, ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം നേടിയെടുത്തിരിക്കുന്നു. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ സർഫസ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എന്നുള്ളത്. ഇന്റഗ്രൽ E.ds = Q/ε0. അതുപോലെ മാഗ്നറ്റിസത്തിനകത്തെ ഗോസസ് തിയറം ഇന്റഗ്രൽ B.ds = 0. അതുപോലെ ഫാരഡേസ് ലോ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇന്റഗ്രൽ E.dl = d∅b/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് EMF ഇൻഡ്യൂസ്ഡ് ആണെന്നുള്ളത്. അതുപോലെ നാലാമത്തെ ഇക്വേഷനായിട്ട് അദ്ദേഹം എടുത്തത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറമാണ്. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് വിൽ ബി ഈക്വൽ ടു μ0 ടൈംസ് I എന്നുള്ളതാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. ആ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൽ അദ്ദേഹം ഒരു മോഡിഫിക്കേഷൻ കൂടെ വരുത്തി. അപ്പൊ μ0 IC എന്ന് പറയുന്നത് കണ്ടക്ഷൻ മൂലമുള്ള കറണ്ടാണ്. ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കറണ്ടും കൂടെ അദ്ദേഹം ആ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ മാക്സ്വെൽസ് ഇക്വേഷൻ അദ്ദേഹം മോഡിഫൈ ചെയ്തു. ID എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ അദ്ദേഹം അതിൽ മാക്സ്വെൽസ് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്തു. അതിനെ ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് അദ്ദേഹം വിളിക്കുകയും ചെയ്തു. ഇപ്പൊ ഇത് 4 ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിലെ 3 ഇക്വേഷനും നേരിട്ട് ഇലക്ട്രിസിറ്റിക്കകത്തുനിന്നും മാഗ്നറ്റിസത്തിനകത്തുനിന്നും എടുത്തിരിക്കുന്ന ഇക്വേഷൻസ് തന്നെയാണ്. നാലാമത്തെ ആംബിയർ സർക്യൂട്ടൽ തിയറമാണ്, അല്ലെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ ലോ ആണ്. അതൊന്ന് മോഡിഫൈ ചെയ്യുക മാത്രമാണ് മാക്സ്വെൽ ചെയ്തത്. അപ്പൊ അങ്ങനെ മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടൽ ലോ കൂടെ ചേർത്ത് നാലാമത്തെ ഒരു ഇക്വേഷനായിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് അറിയപ്പെടുന്നു. ഇത് ഡിഫറൻഷ്യൽ ഫോമിൽ വേണമെങ്കിൽ എഴുതാം. അപ്പൊ അങ്ങനെ ഈ ഇക്വേഷൻസ് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ അദ്ദേഹത്തിന് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ
ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് കിട്ടിയത് ലൈറ്റിന്റെ വെലോസിറ്റിയാണ്. ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെ ഈ വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിന്റെ വെലോസിറ്റിക്ക് തുല്യമായിട്ട് വന്നപ്പോൾ പുതിയൊരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചറാണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് വേറൊരു ബ്രാഞ്ചാണ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അതുവരെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ ലൈറ്റിന്റെ വെലോസിറ്റിക്ക് തുല്യമായിട്ട് വന്നപ്പോൾ ലൈറ്റും ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ ആണ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ മാക്സ്വെല്ലിന്റെ ലാസ്റ്റ് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ആംബിയർ സർക്കിൾ തിയറം എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് μ0 ടൈംസ് ടോട്ടൽ കറണ്ട് ആണ്. ലൈൻ ഇന്റഗ്രൽ B.dl വിൽ ബി ഈക്വൽ ടു μ0I എന്നുള്ളതാണ് ആംബിയർ സർക്കിൾ ലോ എന്ന് പറയുന്നത്. ഈ ആംബിയർ സർക്കിൾ ലോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കേസിൽ, ഒരു സ്പെഷ്യൽ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ്ങോ അല്ലെങ്കിൽ ഡിസ്ചാർജിങ്ങോ കേസായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അപ്പൊ ആ കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ 2 പ്ലേറ്റുകൾക്കിടയ്ക്ക് കറണ്ട് കടത്തി വിടുന്നു. I ആംബിയർ കറണ്ട് പ്ലേറ്റിലേക്ക് വരുന്നു. അതുപോലെ വലതേ പ്ലേറ്റിൽ നിന്നും I ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഇമാജിൻ എ വയർ കണക്റ്റഡ് ടു എ ചാർജിങ് ഓർ ഡിസ്ചാർജിങ് കപ്പാസിറ്റർ. ഇപ്പൊ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നതിനോ ഡിസ്ചാർജ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഒരു വയർ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. The area in the ambient loop could be stretched to the open region of the capacitor. In this case, there would be a current passing through the loop, but not through the area bounded by the loop. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഏരിയ കൂടി ഉൾപ്പെടുന്ന ഒരു ലൂപ്പാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ കറണ്ട് കടന്നു പോകുന്നത് കണ്ടക്ഷൻ കറണ്ട്, അതായത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമുള്ള കറണ്ട് കടന്നു പോകുന്നത് ഈ എക്സ്റ്റേണൽ കണ്ടക്ടറിലൂടെ മാത്രമാണ്. അപ്പൊ ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് വാക്വമാണ്. അപ്പൊ ആ വാക്വത്തിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. അപ്പൊ അവിടെ ഒരു ബ്രേക്കേജ് വരുന്നുണ്ട്. അപ്പൊ ഈ ആംബിയർ സർക്കിൾ തിയറി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത് കണ്ടക്ടറിൽ മാത്രമായിട്ടാണ് വരിക. ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സ്ഥലത്ത് കറണ്ട് ഇല്ല. അവിടെ ഒരു ടേം മിസ്സിംഗ് ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അതിന് പകരമായിട്ട് പുതിയൊരു കറണ്ട് കൂടെ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ കറണ്ടിനെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുകയും ചെയ്തു. If Ampere's circuit law still holds, there must be a magnetic field generated by the charging electric field between the plates. This induced magnetic field makes it look like there is a current called displacement current passing through the plates. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ലൈൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെങ്കിൽ കറണ്ട് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത് ആ എയറിലൂടെ അല്ലെങ്കിൽ ആ വാക്വത്തിലൂടെ ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സ്ഥലത്തൂടെ കണ്ടക്ഷൻ കറണ്ട് കടന്നു പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അവിടെ മറ്റൊരു കറണ്ട് ഉണ്ടായേ പറ്റുള്ളൂ എന്ന് മാക്സ്വെൽ വാദിച്ചു. ആ കറണ്ടിനെ ആംബിയർ സർക്യൂട്ട് തിയറത്തിന് അദ്ദേഹം മിസ്സിംഗ് ഫാക്ടറിനെ അല്ലെങ്കിൽ ആ മിസ്സിംഗ് കറണ്ടിനെ അദ്ദേഹം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുകയും ചെയ്തു. അതായത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലം അതിനിടയ്ക്കുള്ള ഡൈലക്ട്രിക്കോ അല്ലെങ്കിൽ വാക്വമായിട്ടുള്ള സ്ഥലത്തിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യിക്കാനായിട്ട് അത് ഉപയോഗിക്കും. ആ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ആ കറണ്ടിനെ അദ്ദേഹം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുകയും ചെയ്തു. പിന്നെ കപ്പാസിറ്റർ ഈസ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, കറണ്ട് ഫ്ലോസ് ത്രൂ ദ വയർ ക്രിയേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ എക്സ്റ്റേണൽ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നു, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ബട്ട് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ദർ ഇസ് നോ കറണ്ട് ഫ്ലോയിങ്. കണ്ടക്ഷൻ കറണ്ട് കടന്നു പോകുന്നില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് അവിടെ സർക്യൂട്ട് ബ്രേക്ക് ആണ്. അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് ലോ there can be no magnetic field created by the current here. അപ്പൊ അവിടെ കറണ്ട് കടന്നു പോകാത്തത് കൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാനായിട്ട് പാടില്ല ആംബിയറിന്റെ തിയറം അനുസരിച്ചിട്ട്. ബട്ട് we know that magnetic field does in fact exist. എന്നാൽ ആ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സ്വെൽ റിയലൈസ്ഡ് ദിസ് ഡിസ്ക്രിപ്പൻസി ഇൻ ആംബിയേഴ്സ് ലോ. അപ്പോൾ ആംബിയേഴ്സ് ലോയുടെ ഒരു കുറവ് അദ്ദേഹം മനസ്സിലാക്കുകയും ആൻഡ് ആഡഡ് ആൻ അഡീഷണൽ ടേം ടു ദ ആംബിയേഴ്സ് ലോ ടു റിസോൾവ് ദിസ് ഇഷ്യൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുതിയ ടേമും കൂടെ ആഡ് ചെയ്തു. ആ കറണ്ടിനെ, അതിനുള്ളിൽ കറണ്ട് ഉണ്ട്, കറണ്ടിനെ അദ്ദേഹം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുകയും ചെയ്തു. When a capacitor is charging or discharging, current flows in the circuit. However, there is no actual charge transfer in the insulated region. ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ആ പ്ലേറ്റുകളിലേക്കേ ഉള്ളൂ. ആ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ഉണ്ടാകുന്നില്ല. ചാർജ് insulated region between the capacitor, which is contradictory to the flow of current. Hence, displacement current is a current in the insulated region due to the changing electric flux. അപ്പോൾ നമുക്കറിയാം, ചാർജ് ചെയ്യുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ചാർജിന്റെ വാല്യൂവിന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിക്ക് അവിടെ വ്യത്യാസം വരുന്നു. അപ്പോൾ ഫോർ എ ചാർജ് കപ്പാസിറ്റർ, ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് ഗിവൺ ബൈ, ഇപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചാർജ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ആ ഇലക്ട്രിക് ഫീൽഡ് ചാർജിന്റെ കപ്പാസിറ്ററിനടയ്ക്കുള്ള റീജിയനിലുള്ളത്. ആ ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. ഇപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഇപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0 എ എന്ന് നമുക്ക് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇൻറ്റു, അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, ഇ ഇൻറ്റു എ എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഇ ഇൻറ്റു എ. ഇ ഇൻറ്റു എ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ ഏരിയ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കിട്ടുക. അതായത് ക്യൂ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു 5E. 5E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത് കറണ്ട് dQ/dt ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് dQ/dt ആണ്. അപ്പൊ അതുകൊണ്ട് dQ/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് Q. Q എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 ഇൻറ്റു 5E. എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും. എപ്സിലോൺ 0 ഇൻറ്റു d5E/dt എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് എപ്സിലോൺ 0 ഇൻറ്റു d5E/dt. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു d5E/dt. d5E/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പൊ അതായത് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്ന സമയത്തോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തോ മാത്രമേ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായത് ആ സമയത്ത് മാത്രമാണ് അതിലേക്കൂടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഒഴുകുന്നത് എന്ന് ചുരുക്കം. ഈ ഇലക്ട്രിക് ഫ്ലക്സ് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ d5/dt വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കുകയും ചെയ്യും. ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത് കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്യുന്ന കേസിൽ മാത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത്. അതായത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ചേഞ്ച് മൂലം ഡയലക്ട്രിക്കിലൂടെയോ അല്ലെങ്കിൽ വാക്വത്തിലൂടെയോ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. മാക്സ്വെൽ പോസ്റ്റുലേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് not only in the current in a conductor that produce a magnetic field, but a changing electric field in vacuum or in dielectric also produce a magnetic field. അതായത് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നിടത്ത് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകും എന്ന് ചുരുക്കം. ദാറ്റ് ഈസ് ചാർജിങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വലന്റ് ടു എ കറണ്ട് വിച്ച് ഫ്ലോസ് ആസ് ലോങ് ആസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ്. ഇവിടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. JD എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇൻറ്റു d/dt ഓഫ് E എന്ന് നമുക്ക് എഴുതാം. ഫ്ലക്സ് അല്ല, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അതായത് JD എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു DE/dt എന്ന് എഴുതാം, അല്ലെങ്കിൽ D/dt എന്ന് എഴുതാം. ഇപ്പോൾ D എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ദിസ് ഇക്വലന്റ് കറണ്ട് പ്രൊഡ്യൂസസ് ദ സെയിം മാഗ്നറ്റിക് എഫക്ട് ആസ് ആൻ ഓർഡിനറി കറണ്ട് ഇൻ ദ കണ്ടക്ടർ. ദിസ് ഇക്വലന്റ് കറണ്ട് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് ആ വാക്യത്തിലൂടെ കടന്നു പോകുമായിരുന്നെങ്കിൽ അത് എന്തുമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ആകുമായിരുന്നോ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നത് അതിന് തുല്യമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ കണ്ടക്ഷൻ കറണ്ടിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനുള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന, അതായത് ഇലക്ട്രോണിന്റെ ഡിസ്പ്ലേസ്മെന്റ് മൂലം ഉണ്ടാകുന്ന കണ്ടക്ഷൻ കറണ്ട് IC എന്ന് പറയുന്ന കണ്ടക്ഷൻ കറണ്ടാണ്. കണ്ടക്ഷൻ കറണ്ടിന് തുല്യമായിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ആ ടേം കൂടെ ആഡ് ചെയ്തിട്ട് ആംബിയസ് സർക്യൂട്ടൽ ലോ മോഡിഫൈ ചെയ്തു. അപ്പോൾ അതിനെ ആംബിയർ മാക്സ്വെൽസ് ലോ എന്ന് വിളിച്ചു. അപ്പോൾ അതായത് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ സി എന്ന് പറഞ്ഞാൽ എൻ സി എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്, ഇലക്ട്രോൺസിന്റെ മൂലമുള്ള കറണ്ട് എന്ന് വിളിക്കാം, പ്ലസ് മ്യൂ സീറോ ഇൻറ്റു ഐ ഡി. ഡി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്. അപ്പോൾ രണ്ടുകൂടെ നമ്മൾ ആഡ് ചെയ്യണം. ബി line angle of magnetic field will be equal to mu 0 into IC plus mu 0 epsilon 0 d phi e by dt എന്ന് എഴുതാം. where ID is equal to mu 0 into d phi e by dt നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആംബിയർ സർക്യൂട്ടൽ ലോ മോഡിഫൈ ചെയ്തു, അതിനെ മാക്സ്വെൽ ആംബിയർ ലോ എന്ന് വിളിക്കുകയും ചെയ്തു. ഈ 4 ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്തിട്ട് അദ്ദേഹം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വ്യത്യാസം എന്താ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. കണ്ടക്ഷൻ കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സർക്യൂട്ട്. ഇപ്പോൾ എക്സ്റ്റേണൽ കണ്ടക്ടറിലൂടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഈവൻ ഇഫ് ഇലക്ട്രോൺ ഫ്ലോ അറ്റ് എ യൂണിഫോം റേറ്റ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഒരു സ്റ്റഡി റേറ്റിലാണെങ്കിൽ പോലും അവിടെ എന്തുണ്ട്? കണ്ടക്ഷൻ കറണ്ട് ഉണ്ട്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേരി ചെയ്യണം. വേരി ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അണ്ടർ സ്റ്റഡി കണ്ടീഷൻസ്. അപ്പോൾ അതായത് കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അവിടെ കാണത്തില്ല. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയേക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെയും കണ്ടക്ഷൻ കറണ്ടിന്റെയും, അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂലം ഉണ്ടാകുന്ന കറണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കുമെന്നും കൂടെ മനസ്സിലാക്കിയിരുന്നേക്കുക. അത്രയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ച് കാണാനായിട്ടുള്ളത്. ഇനി ഈ ഇദ്ദേഹം മനസ്സിലാക്കിയ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കിടക്കുക. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇസഡ് ഡയറക്ഷനിൽ വേവ് ട്രാവൽ ചെയ്യുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്നു. എക്സ് വൈ കോർഡിനേറ്റ്സ് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ എക്സ് കോർഡിനേറ്റിലൂടെ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും, സൈനസോയിഡലായിട്ട് വേരി ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വൈ കോർഡിനേറ്റിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുകയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വേരിയേഷൻസ് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ഈ രണ്ട് വേരിയേഷൻസും ഈ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഇസഡ് ഡയറക്ഷനിലാണ് വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും കമ്പോണൻസ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും കമ്പോണൻസ് ആ പോകുന്ന പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോകാം കേട്ടോ. ഇപ്പൊ ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു, വൈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തിരിക്കുന്നതായിട്ട് എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഡയറക്ഷനിലൂടെ ആയിരിക്കും വേവ് പോകുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് ഇസഡ് ഡയറക്ഷനിൽ വേവ് പോകണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വേവ് ട്രാവൽ ചെയ്യാം. ആ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും കമ്പോണൻസ് കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് നേച്ചറാണ്. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പോകുന്ന ഡയറക്ഷന്, വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിലെ കമ്പോണൻസിന്റെ വേരിയേഷൻ. ഇപ്പോൾ അത് വൈബ്രേഷൻ ആണെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ വേരിയേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഓസിലേഷൻ ആണെങ്കിൽ അതും പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ EX എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വാല്യൂ ആണ്. EX എന്ന് പറയുന്നത് E0 sin KZ മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. E0 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് ആണ്. K എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ വേവ്സിനകത്ത് നമ്മൾ കണ്ടതാണ് 2π/λ എന്ന് പറയുന്നതാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. അതുപോലെ അപ്പോൾ BY എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുക. അതുകൊണ്ടാണ് BY എന്ന് പറഞ്ഞിരിക്കുക. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് BY ഈസ് ഈക്വൽ ടു B0 ഇൻറ്റു സൈൻ KZ മൈനസ് ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, നമുക്കറിയാം. അപ്പോൾ അതേ രീതിയിൽ ട്രാവലിംഗ് വേവ്സിന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വേരിയേഷൻസ് ആ മുകളിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. EX ഈസ് ഈക്വൽ ടു E0 സൈൻ KZ മൈനസ് ഒമേഗ ടി. അതുപോലെ BY ഈസ് ഈക്വൽ ടു B0 സൈൻ KZ മൈനസ് ഒമേഗ ടി. അപ്പോൾ അതാണ് രണ്ടിന്റെയും ഇക്വേഷൻസ്. രണ്ടും സിമ്പിൾ ഹാർമോണിക് ആയിട്ടാണ് വേരി ചെയ്ത് പോകുന്നത്. രണ്ടിന്റെയും ഫ്രീക്വൻസി ഒക്കെ സെയിം ആണ്, വേവ് ലെന്ത് സെയിം ആണ്. അപ്പോൾ അതുപോലെ 2π/λ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഒമേഗ സെയിം ആണ്.
വ്യത്യാസം ആംപ്ലിറ്റ്യൂഡിന് മാത്രമേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. E0യും B0യും തമ്മിൽ വ്യത്യാസമുണ്ട്. E0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, B0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. അതിന് വ്യത്യാസം കാണും. അപ്പൊ അതിന്റെ റേഷ്യോ എടുത്താൽ E0/B0 എന്ന് പറഞ്ഞാൽ അതാ ലൈറ്റിൻ മീൻസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ആ റേഡിയേഷന്റെ വെലോസിറ്റിയും കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നടക്കുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ നടക്കുന്ന ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവാണ്. ഞാൻ പറഞ്ഞു ഇസഡ് ഡയറക്ഷനിൽ വേവ് ട്രാവൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ ഇസഡ് ഡയറക്ഷനിലോ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വേവിന് ട്രാവൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് ആ ട്രാവൽ ചെയ്യുന്ന വേവ് ആ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാണത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു, സൈനസോയിഡലായിട്ട് വേരി ചെയ്യുന്ന കർവ്. അതുപോലെ ഇസഡ് ഡയറക്ഷനിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നോക്കുക. വേരിയേഷൻ ബോത്ത് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒക്കർ സൈമൾട്ടേനിയസ്ലി. രണ്ടും ഒരേപോലെയാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേപോലെ മാക്സിമത്തിൽ വരുന്നു, അതുപോലെ ഒരേപോലെ മിനിമത്തിലും വരുന്നു. അതായത് സെയിം ഫ്രീക്വൻസിയിലാണ് വേരി ചെയ്യുന്നത്. Variation of both electric and magnetic field occurs simultaneously. Therefore, they attain their maxima and minima at the same place and at the same time. ഇപ്പോൾ പേസ് ഡിഫറൻസ് ഒന്നുമില്ല, ഒരേ സമയത്ത് മാക്സിമം വാല്യൂ E0 എന്ന് പറയുന്ന മാക്സിമത്തിൽ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ അതേ സമയത്ത് തന്നെ മാഗ്നറ്റിക് ഫീൽഡും B0 എന്ന് പറയുന്ന മാക്സിമത്തിൽ എത്തും. അതിന് മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പെർപെൻഡിക്കുലർ ആയിരിക്കും ചെയ്യും. Direction of electric and magnetic field are mutually perpendicular to each other as well as to the direction of propagation of wave. പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. മൂന്ന് ഡയറക്ഷൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്നും മനസ്സിലാക്കുക. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ B ആർ റിലേറ്റഡ് ബൈ C is equal to E0/B0. ആ ഫോർമുല എന്ന് ഓർത്തിരിക്കുക. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് E0/B0 എന്ന് പറയുക. ഇപ്പൊ പ്രോബ്ലമൊക്കെ ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻ ഇതിനകത്തുള്ളൂ. അപ്പൊ അതിലൊരു ഇക്വേഷൻ ആണ് ഇത്. C is equal to E0/B0. E0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, B0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. അതിന്റെ റേഷ്യോ എടുത്ത് എന്തായിരിക്കും? ദാറ്റ് ഗീവ്സ് ദ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇപ്പോൾ ലൈറ്റ് ആണ് ഈ ലൈറ്റ്. അപ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ് E0/B0 എന്ന് പറയുക. ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതേ രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുക. ഇപ്പൊ ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുക. ഉണ്ടല്ലോ, എക്സ് ഡയറക്ഷനിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. വൈ ഡയറക്ഷനിൽ അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ റെഡ് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷനാണ്. അപ്പൊ അത് വൈ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നു. വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വേരി ചെയ്യുന്നു. സൈനസോയിഡലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. എക്സ് ഡയറക്ഷനിൽ വേവ് പോകുന്നു. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ്, ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്. ആ നീല കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിൽ വേരി ചെയ്യുന്നു. അപ്പൊ അതുപോലെ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നത്. പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാണത്തില്ലെന്ന് ചുരുക്കം. ഇപ്പൊ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വേവിന് ട്രാവൽ ചെയ്യാം. അപ്പോൾ വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതിന് കമ്പോണൻസ് കാണത്തില്ല. അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിന്റെ കമ്പോണന്റ് എന്ന് ചുരുക്കം. അപ്പൊ അതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ് C is equal to 1 divided by root of mu0 epsilon 0 ആണ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിലൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പൊ ആ ഇക്വേഷൻ ഇവിടെ ഓർത്തിരിക്കുക. C is equal to 1 divided by root of mu0 epsilon 0. ഇത് മാക്സ്വെൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ ഇക്വേഷൻ ആണ്. മാക്സ്വെൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുത്തിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് 1 divided by root of mu0 epsilon 0 ആണ്. mu0യുടെ വാല്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിബിലിറ്റിയുടെ വാല്യൂ 4π×10⁻⁷ ആണെന്ന് നമുക്കറിയാം. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റിയുടെ വാല്യൂ 8.85×10⁻12 ആണെന്ന് നമുക്കറിയാം. ആ mu0യുടെയും എപ്സിലോൺ 0യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ
വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയി. അങ്ങനെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ലൈറ്റിന്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ടും ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കാം എന്ന് വളരെ ആക്സിഡന്റൽ ആയിട്ടാണ് അദ്ദേഹം ആ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഇനി ഇതിൽ മീഡിയത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/√μ∈ വരും. വേർ μ is the absolute permeability and epsilon is the absolute permittivity of the medium. അപ്പോൾ ആ ഇക്വേഷൻ ഒരു മീഡിയത്തിലൂടെയാണ് പോകുന്നത്. എല്ലാ മീഡിയത്തിലും ഒരേ വെലോസിറ്റി ആയിരിക്കത്തില്ല. മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി മാറുന്നു. വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അതിന്റെ വേവ് ലെങ്തും ചേഞ്ച് ചെയ്യും. മാറാത്ത കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മാത്രമായിരിക്കും. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏത് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്താലും അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫ്രീക്വൻസിയാണ് അതിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ആ വേവിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീക്വൻസിയാണ്. ഇപ്പൊ നമ്മൾ വെലോസിറ്റി നമ്മൾ എടുക്കാറില്ല, അതുപോലെ വേവ് ലെന്ത് എടുക്കാറില്ല. വെലോസിറ്റിയും വേവ് ലെന്തും, വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്താണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഫ്രീക്വൻസി മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ വേവിന്റെ ഐഡന്റിറ്റി ആയിട്ട് ഫ്രീക്വൻസി എടുക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒബേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ലൈറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കാണിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് carry energy as they propagate through space. This energy is divided equally between electric and magnetic field. പകുതി വീതമാണ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും എനർജി ഡിവൈഡ് ചെയ്ത് ഇരിക്കുന്നതെന്ന് ചുരുക്കം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ ട്രാൻസ്ഫർ എനർജി ആസ് വെൽ ആസ് മൊമെന്റം ടു ദ പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ ദെയർ പാത്സ്. ഇതിന് മൊമെന്റം ഉണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ആസ്പെക്റ്റും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഡ്യുവൽ നേച്ചറിലേക്കൊക്കെ വഴിതെളിച്ച സംഭവം എന്ന് പറയുന്നതാണ്. അപ്പൊ മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിക്കിൾ നേച്ചറാണ്. അപ്പോൾ ഇതിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മൊമെന്റം ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എനർജിയും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് നേച്ചർ അതിന് വരുന്നുണ്ടെന്ന് ചുരുക്കം. ഫോർ ഡിസ്കഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഇഫക്ട്സ് ഓഫ് EM waves, more significance is given to electric field E. Therefore, electric field is called light vector. ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ലൈറ്റ് വെക്ടർ ആയിട്ടാണ് എടുക്കുക. ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡു നോട്ട് റിക്വയർ മെറ്റീരിയൽ മീഡിയം ടു ട്രാവൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വേരിയേഷൻസ് ആയിട്ട് സ്പേസിലൂടെ ഇതിന് വേവിന് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. An oscillating charge which has non-zero acceleration can produce electromagnetic waves. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് ഒരു ചാർജിനെ, ഇലക്ട്രിക് ചാർജിനെ ഓസിലേറ്റ് ചെയ്യിക്കുക, അതല്ലെങ്കിൽ ആക്സിലേറ്റ് ചെയ്യിക്കുക. ഒരു ആക്സിലേറ്റിംഗ് ചാർജ് ഏതെങ്കിലും ഓസിലേറ്റ് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്താൽ ചാർജിനെ ആക്സിലേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ആക്സിലറേറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത് അതിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒറിജിനേറ്റ് ചെയ്യും എന്ന് ചുരുക്കം. അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കിയത് ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസിസ്റ്റ് ആണ്. who first conclusively proved the existence of electromagnetic waves predicted by James Clerk Maxwell's equations of electromagnetism. The unit of frequency എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സൈക്കിൾ പെർ സെക്കൻഡ് വാസ് നെയ്മഡ് ഹെഡ്സ് ഇൻ ഹിസ് ഓണർ. അപ്പോൾ ഇദ്ദേഹമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആദ്യമായി പ്രാക്ടിക്കലാക്കി പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ തിയററ്റിക്കൽ പോസിബിലിറ്റി പറഞ്ഞത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് 1885 അദ്ദേഹം പ്രാക്ടിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ഡിവൈസ് ആണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സ്പിയേഴ്സ് S1 ആൻഡ് S2 എന്ന് പറയുന്ന രണ്ട് സ്പിയേഴ്സ്, അതിലേക്ക് ഒരു കോപ്പർ അല്ലെങ്കിൽ സിങ്ക് പ്ലേറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഏകദേശം ഒരു 50 സെന്റിമീറ്റർ അകലത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു കപ്പാസിറ്റർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. ഈ രണ്ട് സ്പിയേഴ്സിലേക്ക് ഒരു ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ച് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ രണ്ട് സ്പിയേഴ്സിനിടയ്ക്ക് S1 ആൻഡ് S2 എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്യാപ്പേ അവിടെ ഉള്ളൂ. ആ ഗ്യാപ്പിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് ചാർജ് കൊടുത്താൽ ഇലക്ട്രിക് ചാർജ് ഡിസ്ചാർജ് ചെയ്യും. S1 ആൻഡ് S2 ചാർജ് ഡിസ്ചാർജ് ചെയ്യും. The copper or zinc plate are kept parallel, separate by 60 or 50 to 60 centimeter അകത്തിയാണ് ആ മെറ്റൽ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. Metal spheres are slided over the metal rings to have a gap of 2 to 3 centimeter. S1 S2 എന്ന് പറയുന്ന രണ്ട് ആ സ്പിയേഴ്സ് തമ്മിൽ 2-3 സെന്റിമീറ്ററിന്റെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇൻഡക്ഷൻ കോയിൽ ഹൈ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു. several thousand volts അവിടെ സപ്ലൈ ചെയ്യുന്നു. The plate and the rod with the spheres constitute an LC combination. അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ ആയിട്ട് ഓൾറെഡി ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു. അതുപോലെ അതിന്റെ കണക്ഷൻ വയറിന്റെ ചെറിയൊരു
സെൽഫ് ഇൻഡക്റ്റൻസ് കാണും. അപ്പോൾ അത് ഇൻഡക്ടറുമായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ LC സർക്യൂട്ടായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു ചുരുക്കം. അപ്പോൾ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ S1 ആൻഡ് S2 എന്ന് പറയുന്ന ആ രണ്ട് സ്പിയേഴ്സിനിടയ്ക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ ഡിക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡാണ് ഔട്ട്പുട്ട് ചെയ്യുക. An open metallic ring of diameter 0.7 meter having small metallic spheres act as a detector. ഇപ്പോൾ ഡിറ്റക്ടർ ആയിട്ടും ഇതുപോലെ രണ്ട് സ്പിയേഴ്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു റിംഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിറ്റക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നു. This constitutes another LC combination whose frequency can be varied by varying its diameter. ഇതാണ് ഹെഡ്സ് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡ്യൂ ടു ഹൈ വോൾട്ടേജ് ഇൻ എയർ ഇൻ ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്പിയർ ഗെറ്റ്സ് അയണൈസ്ഡ്. അപ്പോൾ ആ ചെറിയ സ്ഥലത്തുള്ള എയർ അയണൈസ് ചെയ്യപ്പെടുന്നു ഡ്യൂ ടു ദ വെരി ഹൈ വോൾട്ടേജ്. ദിസ് പ്രൊവൈഡ് path for discharge of the plate. A spark begins to pass between the spheres. സ്പിയേഴ്സിനിടയ്ക്ക് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ചെറിയ സ്പാർക്ക് ഉണ്ടാകുന്നു. A very high frequency oscillation of the charge occurs on the plate. This result high frequency oscillating electric field in the vertical gap SS1. ആ SS1 എന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടായതുകൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ടൈം വേരിയിങ് ആയിട്ട് കുറയുന്നു. Consequently, an oscillating magnetic field in the same frequency is set up in the horizontal plane and perpendicular to the gap between the spheres. അപ്പോൾ അവിടെ ഒരു ഡിക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന് സറൗണ്ടിങ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. These oscillating electric and magnetic field constitute electromagnetic waves. The electromagnetic waves produced are radiated from the spark gap. അപ്പോൾ അവിടുന്ന് എല്ലാ ഭാഗത്തേക്കും റേഡിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അത് ഡിറ്റക്ട് ചെയ്യുന്നതിന് രണ്ട് സ്പിയേഴ്സ് അതിൽ നിന്നൊരു 6 മീറ്റർ അകലെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. The detector is held in a position such that the magnetic field produced by the oscillating current is perpendicular to the plane of the coil. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ രണ്ട് സ്പിയേഴ്സിനിടയ്ക്ക് വരുമ്പോൾ ആ രണ്ട് സ്പിയറിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഡിവൈസ്, കറണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസ് വെച്ചാൽ, ഒരു ഗാൽവാമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഗാൽവാമീറ്റർ ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The resultant electric field induced by the oscillating magnetic field causes ionization of air in the gap between the spheres, so a conducting path becomes available for the induced current to flow across the gap. This causes a spark to appear at the narrow gap. അപ്പോൾ അവിടെയും ഒരു ചെറിയ കറണ്ടിന്റെ പ്രസൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ ഒരു LED വെക്കുക, അതല്ലെങ്കിൽ വേറെ ഒരു കറണ്ട് സെൻസിറ്റീവ് ആയിട്ട് ഒരു ഡിവൈസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഗാൽവാമീറ്റർ ചെറിയ ഡിഫ്ലക്ഷൻ കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. It was observed that spark was most intensity when the spheres S1 and S2 are parallel to each other. This was clear evidence of the polarization of electromagnetic waves. Hertz was able to produce electromagnetic waves of the wavelength nearly 6 meter. 6 മീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കുന്നതിൽ ഹെഡ്സ് വിജയിച്ചു. എന്നാൽ അതിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എനർജി ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയതിന് 6 മീറ്റർ ആയിരുന്നു അതിന്റെ വേവ് ലെങ്ത്. അപ്പോൾ അത് എനർജി കുറഞ്ഞ വേവ് ആയതുകൊണ്ട് കുറച്ച് ദൂരമേ സഞ്ചരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആഫ്റ്റർ 7 years, J.C. Bose succeeded in producing electromagnetic waves of wavelength ranging from 25 millimeter to 5 millimeter. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞ ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് J.C. ബോസിന് സാധിച്ചു. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ, വേവ് ലെങ്ത് കുറയുക എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചാൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വളരെ വലിയ ഒരു സംഭാവനയാണ് നൽകിയത് എന്ന് ചുരുക്കം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇൻഫ്ലുവൻസിലാണ്. പല സ്ഥലത്തും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. എയർപോർട്ടിലായാലും സ്കാനിങ്ങിലായാലും എല്ലാ സ്ഥലത്തും EM വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇപ്പോൾ ഹെഡ്സ് ഉപയോഗിച്ച പരീക്ഷണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ രണ്ട് സ്പിയേഴ്സ്, അപ്പോൾ അത് കപ്പാസിറ്ററായിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ ആ രണ്ട് സ്പിയേഴ്സിൽ ഹൈ പൊട്ടൻഷ്യൽ, ഹൈ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഹൈ വോൾട്ടേജ് ഒരു ഡിസ്ചാർജ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ടൈം വേരിയിങ് ആയിട്ടുള്ള ഡിക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ്, അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യിക്കും. അത് പെർപെൻഡിക്കുലർ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്ത് പോരുന്നു. ഇപ്പോൾ ഇവിടെ റിസീവറിൽ അത് എത്തിച്ചേരുന്നു.
റിസീവറിൽ ഒരു LED വെച്ചിട്ടുണ്ടെങ്കിൽ ആ LED ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കറണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് സെൻസിറ്റീവ് ഡിവൈസ് അവിടെ കറണ്ട് ഡിറ്റക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ തിയററ്റിക്കൽ പോസിബിലിറ്റി പറഞ്ഞത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കണ്ടതാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, 4 ഡിഫറൻഷ്യൽ മാക്സ്വെൽസ് ഇക്വേഷൻസ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇപ്പോൾ കറണ്ട് ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ കണ്ടക്ടറിൽ നിന്നും ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ. AC ആണെങ്കിൽ അതിൽ നിന്നും കറണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറപ്പെടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചാർജ്, ഇപ്പോൾ ആ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്, കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. അത് മൂവ് ചെയ്യുന്നു, എന്നാൽ അത് ആക്സിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ചാർജ് കുറച്ച് സമയം ആക്സിലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അത് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ആദ്യമേ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരുന്നു, പിന്നെ ഇത് ആക്സിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആക്സിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഇപ്പോൾ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചാർജ് യൂണിഫോം മോഷനിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്നു, അത് ആക്സിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആക്സിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഫീൽഡിനുണ്ടാകുന്ന വേരിയേഷൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്, ഇപ്പോൾ ഇതൊരു സ്റ്റഡി ഫീൽഡാണ്. ഉണ്ട്. ഇപ്പോൾ അത് ആക്സിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പുതിയ ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഫ്ലക്സ് ലൈൻ വ്യത്യാസം ഉണ്ടാകുന്നു. ഓൾഡ് ഫീൽഡ് അവിടെ ഓൾറെഡി ഉണ്ട്. അതായത് ആ ഫീൽഡ് എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറപ്പെട്ട ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ ഫീൽഡും പുതിയ ഫീൽഡും കൂടെ കൂടി ചേരുന്ന ഒരു ഭാഗത്ത് അതിന് കിങ്ക് എന്ന് പറയുന്നത്, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ടേൺ അല്ലെങ്കിൽ ഒരു കർവ്. ആ ഷാർപ്പ് കർവ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് അവിടെ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നോക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആ ക്യാമറയുടെ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ വേവ് ട്രാവൽ ചെയ്യുന്നതിനോടൊപ്പം ഒരു ക്യാമറയുടെ മൂവ് ചെയ്യിച്ചാൽ ആ ഷാർപ്പ് ടേൺ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വെള്ളത്തിൽ നമ്മൾ ഒരു കല്ലിട്ടാൽ ഉണ്ടാകുന്ന ഓളം പോലെ അത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഡൈപോൾ, ആ ഡൈപോൾ ഓസിലേറ്റ് ചെയ്യിക്കുക, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഡൈപോൾ ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജിന്റെ പാർട്ടിക്കിളാണ്. ഓസിലേറ്റ് ചെയ്യിച്ചാൽ അതിന് ചുറ്റുമുണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസിന്റെ വ്യത്യാസമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് സൈനസോഡിലായിട്ട്, ആ മഞ്ഞ സൈൻ കർവ് കാണിച്ചിരിക്കുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റിംഗ് ചാർജിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒറിജിനേറ്റ് ചെയ്യുമെന്ന് ചുരുക്കം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അക്കോർഡിംഗ് ടു ദ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ അതിന്റെ വേവ് ലെങ്തിന്റെയോ ഫ്രീക്വൻസിയുടെയോ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങിലോ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിസിബിൾ സ്പെക്ട്രം നമുക്കറിയാവുന്ന വിബ്ജിയോർ എന്ന് പറയുന്നത് വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള വിസിബിൾ സ്പെക്ട്രം, അത് വിസിബിൾ റീജിയൻ വരുന്നതാണ്. ബാക്കിയുള്ള എല്ലാം ഇൻവിസിബിൾ റേഡിയേഷൻസ് ആണ്, മനുഷ്യന്റെ കണ്ണിന് കാണാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത് വിസിബിളും ഉണ്ട് ഇൻവിസിബിളും ഉണ്ട്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ വേവ് ലെന്തിന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ വേവ് ലെന്ത് ഉള്ള ആ ഒരു പോർഷൻ മാത്രമാണ് മനുഷ്യന്റെ കണ്ണിന് കാണാനായിട്ട് സാധിക്കുക. അത് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയും. അപ്പോൾ അതിനകത്ത് റേഡിയോ വേവ്സ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്, വേവ് ലെന്ത് ഏറ്റവും കൂടിയിരിക്കുന്നതാണ്. റേഡിയോ വേവ്സ്, അതുപോലെ മൈക്രോ വേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ അതിന്റെ മധ്യഭാഗത്ത് വരുന്നതാണ് അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ അതിന്റെ വേവ് ലെന്തിന്റെ ഡിക്രീസിങ് ഓർഡറിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വേവ് ലെന്ത് കുറയുന്ന ഓർഡറിലാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ളതിനാണ് വേവ് ലെന്ത് ഏറ്റവും കൂടുതൽ. റേഡിയോ വേവ്സിനാണ് വേവ് ലെന്ത് ഏറ്റവും കൂടുതൽ. അതിനെ 1 മീറ്റർ വരെ 500 മീറ്റർ വരെ അതിന് വേവ് ലെന്ത് വരാം റേഡിയോ വേവ്സിന്. അപ്പോൾ അങ്ങനെ വേവ് ലെന്ത് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഏറ്റവും ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഗാമ റേ ആണ്. ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ വേവ് ലെന്ത് കുറയുകയും അതുപോലെ അതിന്റെ ഫ്രീക്വൻസി കൂടുകയും ചെയ്യുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പം ഇതിന്റെ ആ കറക്റ്റായിട്ടുള്ള ഒരു എന്താണ്, ഇപ്പം അതിന്റെ വേർതിരിവുകൾ അവിടെ ഇല്ല. അതിന്റെ വേവ് ലെന്തിനകത്ത് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വേവ് ലെന്തിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത് ചുരുക്കം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് റേഡിയോ വേവ്സ്, അപ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂ കിലോമീറ്റർ മുതൽ 0.3 മീറ്റർ വരെ വരാം. ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്യൂ ഹെഡ്സ് ടു
10⁹ ഹെഡ്സ് വരെ പോകാം. ഇപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റിംഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. യൂസസ് എന്ന് പറഞ്ഞാൽ റേഡിയോയിലും ടി വിയിലും ബ്രോഡ്കാസ്റ്റിങ്ങിലൊക്കെ റേഡിയോ വേവ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മൈക്രോ വേവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വേവ് ലെന്ത് കുറഞ്ഞായിരിക്കും. 0.3 മീറ്റർ മുതൽ 10⁻³ 1 മില്ലിമീറ്റർ വരെയാണ് മൈക്രോവേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁹ ഹെഡ്സ് മുതൽ 3 × 10⁻11 ഹെഡ്സ് വരെയാണ്. അതിൻ്റെ സോഴ്സ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. റഡാറിൽ അനാലിസിസ് ഓഫ് ഫൈൻ ഡീറ്റെയിൽസ് ഓഫ് അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ മൈക്രോവേവിലൊക്കെ ഓവനിലൊക്കെ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ്. IR ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ 1 മില്ലിമീറ്റർ മുതൽ 10⁻⁻7 മീറ്റർ വരെയാണ്. അപ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് ആൻഡ് ഹോട്ട് ബോഡീസിലാണ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇൻഡസ്ട്രിയിലും മെഡിസിനിലും അസ്ട്രോണമി, അതുപോലെ നൈറ്റ് വിഷൻ ഡിവൈസസ്, ഗ്രീൻ ഹൗസ്, റിവീലിംഗ് സീക്രട്ട് റൈറ്റിംഗ് ഓൺ എൻഷ്യന്റ് വാൾസ് എക്സെട്ര അതിൻ്റെ യൂസസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ളതാണ്. ഇപ്പോൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് വെൻ ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ്. ഇപ്പോൾ അവിടെ സോഴ്സ് ആണ് ഒപ്റ്റിക്സ്, അതുപോലെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്, വിഷൻ, ഫോട്ടോഗ്രാഫി തുടങ്ങിയതിലൊക്കെ വിസിബിൾ സ്പെക്ട്രം ഉപയോഗിക്കുന്നു. അതുപോലെ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത് 3.8 10⁻⁻7 മുതൽ 10⁻⁻10 മീറ്റർ വരെയുള്ള റേഞ്ച് ഉള്ളതിനെയാണ് നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആൻഡ് സൺ യൂസ് മെഡിക്കൽ ആപ്ലിക്കേഷൻ, അതുപോലെ സ്റ്റെറിലൈസേഷൻ, കില്ലിംഗ് ഓഫ് ബാക്ടീരിയ, ജേംസ്, അങ്ങനെയൊക്കെ നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ എക്സ്റേസ് 10⁻⁹9 മീറ്റർ മുതൽ 6 × 10⁻12 മീറ്റർ വരെയാണ്. അപ്പോൾ അത് അതിൻ്റെ വ്യൂ എക്സ്റേ, ഫോട്ടോഗ്രാഫി, ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ, അതുപോലെ മെഡിസിനിലാണ് കൂടുതലായിട്ടുള്ള യൂസസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഗാമ റേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ എനർജി റേഡിയേഷൻ ആണ്, ഏറ്റവും ഫ്രീക്വൻസി കൂടിയതാണ്. 10⁻3 × 10⁻18 ഹെഡ്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മുതൽ 3 × 10⁻22 ഹെഡ്സ് വരെ വരിക. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ അബൌട്ട് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയ, അതുപോലെ ആസ്ട്രോണമിക്കൽ റിസർച്ച്, പിന്നെ അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഗാമ റേസ് ഉപയോഗിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ 7 റേഡിയേഷൻസിനെ അതിൻ്റെ വേവ് ലെന്തിൻ്റെയോ ഫ്രീക്വൻസിയുടെയോ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ റേഡിയോസ് നമ്മൾ കണ്ടതാണ്, ലോ എനർജിയാണ്, ഇത് ലോങ് വേവ് ലെന്താണ്, ഏറ്റവും വേവ് ലെന്ത് കൂടിയതാണ്. അപ്പോൾ അതിനകത്ത് FM, AM, അതുപോലെ റഡാർ, TV വേവ്സിലെല്ലാം റേഡിയോ വേവ്സ് ഉപയോഗിക്കാറുണ്ട്. വേവ് ലെന്ത് ഓഫ് 10⁻⁻1 മീറ്റർ ആൻഡ് ലോങ്ങർ, ഏതാണ്ട് 500 മീറ്റർ, 1 കിലോമീറ്റർ വരെ വേവ് ലെന്ത് കാണും. ലോ ഫ്രീക്വൻസിയാണ്, ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞതാണ്. യൂസ്ഡ് ഇൻ മെനി ഡിവൈസസ് സച്ച് ആസ് റിമോട്ട് കൺട്രോൾസ്, അതുപോലെ സെൽഫോൺ, വയർലെസ് ഡിവൈസിലൊക്കെ ഈ പറഞ്ഞ റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നു. മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ദാൻ റേഡിയോ, അല്ലെങ്കിൽ ഷോർട്ടർ ദാൻ ഇൻഫ്രാറെഡ് ഓർ വിസിബിൾ ലൈറ്റ്. വേവ് ലെന്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ് ലിങ്കിങ് ടവേഴ്സ് ഒക്കെ നമുക്കറിയാം, കമ്മ്യൂണിക്കേഷനകത്ത് മൈക്രോവേവ്സ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മെഡിസിൻ ആൻഡ് കൺസ്യൂമർ യൂസ് മൈക്രോവേവ്സ്, ഓവനിലൊക്കെ ഉപയോഗിക്കുന്നു, മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. IR ഇൻഫ്രാറെഡ് ഇൻവിസിബിൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ദാറ്റ് ആർ ഡിറ്റക്റ്റഡ് ആസ് ഹീറ്റ്. സണ്ണിൽ നിന്നും IR റേഡിയേഷൻസ് വരുന്നുണ്ട്, അതാണ് ഹീറ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് സ്പെഷ്യൽ ഡിവൈസ് സച്ച് ആസ് നൈറ്റ് ഗോഗിൾസ് യൂസ്ഡ് ഇൻ ഹീറ്റ് ലാംപ്സ്. അതുപോലെ ഹയർ എനർജി ദാൻ മൈക്രോവേവ്സ് ബട്ട് ലോവർ ദാൻ വിസിബിൾ ലൈറ്റ്. അപ്പോൾ അത് യൂസ്ഡ് ഇൻ ടേക്കിംഗ് ഡിസ്റ്റന്റ് ഫോട്ടോഗ്രാഫി, അതിലുള്ള ഹെവൻലി ബോഡീസിൻ്റെ ഒക്കെ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിന് സ്കാറ്ററിങ് കുറവായിരിക്കും. വേവ് ലെന്ത് റെഡിനേക്കാൾ വേവ് ലെന്ത് കൂടിയത് ആയിരിക്കുന്നതുകൊണ്ട് ഇൻഫ്രാറെഡ് വേവ്സിന് സ്കാറ്ററിങ് കുറവായിരിക്കും. വിസിബിൾ ലൈറ്റ് പോർഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ദാറ്റ് ഹ്യൂമൻ ഐ ക്യാൻ ഡിറ്റക്ട്. വിബ്ജിയോർ മാത്രമാണ് മനുഷ്യന് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയുള്ളതാണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അൾട്രാ വയലറ്റ് വേവ്സ്, UV റേസ് എന്ന് പറയും, ഹയർ ദാൻ ലൈറ്റ് വേവ്സ് ആണ്. ക്യാൻ യൂസ് സ്കിൻ ക്യാൻസർ ആൻഡ് ബ്ലൈൻഡ്നെസ് ഇൻ ഹ്യൂമൻസ്, യൂസ് ഇൻ ടാനിങ് ബെഡ്സ് ആൻഡ് സ്റ്റെറിലൈസേഴ്സ് ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. എക്സ്റേസ് നമുക്കറിയാം, മെഡിസിനിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗാമ റേസ് അത് യൂസ്ഡ് ഇൻ മെഡിസിൻ ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. അതിൽ ഹയസ്റ്റ് എനർജി ഉള്ളതാണ് ഗാമ റേസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ 7 റേഡിയേഷൻസ് ഉണ്ട്. 7 റേഡിയേഷൻസിൻ്റെ യൂസസ്.
ഇപ്പോൾ ഇതൊരു ടേബിളായിട്ട് ഇവിടെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റേഡിയോ വേവ്സ് മുതൽ ഗാമ റേസ് വരെയാണ്. അപ്പോൾ അതിൻ്റെ വേവ് ലെന്ത് ഏറ്റവും കൂടുതലുള്ളത് റേഡിയോ വേവ്സ്, ഏറ്റവും കുറവുള്ളത് ഗാമ റേസും ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും അതിൻ്റെ ഡിറ്റക്ഷൻസും അതിനാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ തന്നെ ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിൻ്റെ വരെ ചോദ്യങ്ങളാണ് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ചെറിയ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസോ ഒരു പ്രോബ്ലമോ ഒക്കെ ഇതിനകത്തുനിന്ന് സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. വീണ്ടും ചോദിക്കാനായിട്ടുള്ള സാധ്യതയും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് നിങ്ങൾക്ക് നന്ദി. ഹാവ് എ നൈസ് ഡേ.